ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് അല്ലാതെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് ഹജ്ജിന്റെ അമലിലായതുകൊണ്ട് അറഫ ദിവസം നോമ്പ് സുന്നത്തില്ല. അല്ലാത്തവർക്ക് സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് അറഫയുടെ നോമ്പ് എന്ന് പറയുന്ന ദുൽഹജ്ജ് 9 നോമ്പ്. ദുൽഹജ്ജ് 9 ഓരോ പ്രദേശത്തും എപ്പോഴാണോ അന്നാണല്ലോ നമ്മൾ ആ നോമ്പ് അനുഷ്ഠിക്കുക. റമദാനും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ നാട്ടിൽ റമദാനായാൽ നമ്മൾ റമദാൻ നോമ്പെടുക്കും. ചിലപ്പോൾ ദുബായിൽ തലേന്ന് തന്നെ ആയിട്ടുണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ റമദാൻ നോമ്പെടുക്കൂല. കാരണം നമ്മളിവിടെ റമദാൻ നോമ്പായിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ സുബഹി നിസ്കരിച്ച് സുബഹി ഖളാകുന്ന സമയമാകുമ്പോഴായിരിക്കും മക്കയിൽ സുബഹി ആകുന്നത്. അവരപ്പോൾ സുബഹി നിസ്കരിക്കും. നമ്മൾ ഇവിടെ സുബഹി ആകുമ്പോൾ സുബഹി നിസ്കരിക്കും. എപ്പോഴാണ്? അന്നാണ് അറഫ നോമ്പ് സുന്നത്താകുന്നത്. അന്ന് പെരുന്നാളാണെന്ന് വിചാരിച്ചിട്ട് മക്കയിൽ ഇന്ന് പെരുന്നാളാണല്ലോ, അവിടെ അമ്മക്കിവിടെ പെരുന്നാളാക്കാൻ വിചാരിച്ച് നോമ്പാരും നഷ്ടപ്പെടുത്തരുത്. ഈ പുത്തൻവാദികളുള്ള കാലഘട്ടമാണ്. എല്ലാം ഹലാക്കാക്കുക എന്നുള്ളതാണ് അവരുടെ ആശയം. അതുകൊണ്ട് ദുൽഹജ്ജ് 9 നോമ്പ് ഒരിക്കലും മക്കയിൽ നോമ്പെടുക്കുന്ന പോലെ നോമ്പെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല, ഒരു കാലത്തും കഴിയൂല. കാരണം അവിടെ നോമ്പ് തുടങ്ങുന്ന സമയം ഇവിടെ ഏകദേശം 8 മണിയായിട്ടുണ്ടാവും, അവരെ സുബിയാകുന്ന സമയം. അപ്പോഴേക്ക് നമ്മളെ നോമ്പ് എപ്പോൾ തുടങ്ങി? അവരുറങ്ങുന്ന സമയത്ത് നമ്മളെ നോമ്പ് തുടങ്ങി. അപ്പോൾ ഒരിക്കലും അവിടെയും ഇവിടെയും സമയം ഒപ്പിച്ച് കൊണ്ടുപോകാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തന ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. ദുൽഹജ്ജ് 9 നോമ്പെടുക്കൽ ഏറ്റവും പുണ്യമുള്ള നോമ്പാണ്. അറഫയുടെ നോമ്പെന്ന് പറയുന്നത് അതിന്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ ദോഷം അത് പൊറുപ്പിക്കും, ഇനി വരുന്ന ഒരു കൊല്ലത്തെ ദോഷവും അത്